പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു അതിപ്രസരമുള്ള കാലഘട്ടത്തിലാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മുടെ ഫോണുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമ്മളിലേക്ക് വാർത്തകളും ചിന്തകളും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ സ്വീകരിക്കുന്ന ഈ വിവരങ്ങളിൽ ഭൂരിഭാഗവും എന്താണ്? ഭയം, സാമ്പത്തിക തകർച്ചയുടെ വാർത്തകൾ, രോഗങ്ങൾ, യുദ്ധങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യന്റെ ആകുലതകൾ. ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ എന്താണോ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, അത് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കും. ഭയപ്പെടുത്തുന്ന വാർത്തകൾ നിരന്തരം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായും ഭയവും ആശങ്കയും അവിശ്വാസവും വളരും. ഇവിടെയാണ് ബൈബിൾ നമുക്ക് കൃത്യമായ ഒരു ആത്മീക മറുപടി നൽകുന്നത്. പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നമ്മുടെ ഉള്ളിൽ വിശ്വാസം തനിയെ ഉണ്ടാകുന്ന ഒരു വികാരമല്ല, അതൊരു വിത്താണ്. ആ വിത്ത് മുളയ്ക്കണമെങ്കിൽ അതിന് കൃത്യമായ വളവും വെള്ളവും വേണം. ആ വളമാണ് ദൈവത്തിന്റെ ജീവനുള്ള വചനം. എന്തുകൊണ്ടാണ് ബൈബിൾ കാണുക എന്നതിനേക്കാൾ കേൾക്കുക എന്നതിന് പ്രാധാന്യം നൽകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പലപ്പോഴും ഉപമകൾ പറഞ്ഞതിന് ശേഷം ജനക്കൂട്ടത്തോട് ഒരു കാര്യം ആവർത്തിച്ച് പറയുമായിരുന്നു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും കാതുകളുണ്ട്, എന്നാൽ എല്ലാവരും ഹൃദയം കൊണ്ട് കേൾക്കുന്ന വിശ്വാസം എന്നത് വെറും ഒരു അറിവല്ല. യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നോ ബൈബിളിൽ ഇന്ന വചനങ്ങൾ ഉണ്ടോ എന്നോ അറിയുന്നത് മാത്രമല്ല വിശ്വാസം. ആ വചനങ്ങൾ നമ്മുടെ കാതുകളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് നമ്മുടെ ചിന്താഗതിയെ തന്നെ മാറ്റാൻ തുടങ്ങും. വചനം കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നു. ദൈവം എത്രത്തോളം വിശ്വസ്തനാണ്, അവിടുന്ന് നൽകിയ വാഗ്ദാനങ്ങൾ എങ്ങനെ നിറവേറ്റി എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നോക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും. അതുകൊണ്ട് വിശ്വാസം വർദ്ധിക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പ് നമ്മൾ ദിവസവും കേൾക്കുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തുക എന്നതാണ്. നമുക്കിതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ആത്മീക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യമാണ്. ഇതിന്റെ ഹീബ്രു ഭാഷയിൽ ശമ എന്നാണ് വിളിക്കുന്നത്. ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഒരു യഹൂദൻ തന്റെ ജീവിതത്തിൽ ദിവസവും രാവിലെയും വൈകുന്നേരവും ആവർത്തിച്ചുരുവിട്ടിരുന്ന വാക്യമാണിത്. ദൈവം അവരോട് ആവശ്യപ്പെട്ടത് ദൈവത്തിന്റെ രൂപമുണ്ടാക്കി വണങ്ങാനല്ല, മറിച്ച് ദൈവത്തിന്റെ ശബ്ദം, അവിടുത്തെ കൽപ്പനകൾ നിരന്തരം കേൾക്കണമെന്നാണ്. കാരണം കാഴ്ചകൾ മനുഷ്യനെ താൽക്കാലികമായി ആവേശഭരിതനാക്കിയേക്കാം, എന്നാൽ കേൾക്കുന്ന വചനങ്ങൾ മനുഷ്യന്റെ ആത്മാവിന് സ്ഥിരത നൽകും. ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ വഴി തെറ്റിയപ്പോഴൊക്കെ അവർ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു. ദൈവത്തിന്റെ ശബ്ദത്തിന് പകരം അവർ സാഹചര്യങ്ങളുടെ ശബ്ദം കേട്ടു. അതുകൊണ്ട് അവരുടെ വിശ്വാസം തകർന്നുപോയി. നമ്മുടെ മനസ്സിനെ ഒരു വലിയ കൃഷിയിടത്തോട് നമുക്ക് ഉപമിക്കാം. വചനം കേൾക്കാതിരിക്കുമ്പോൾ അവിടെ അവിശ്വാസത്തിന്റെ കളകൾ തനിയെ വളരും. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താരീതികളെ ദൈവികമാക്കുക എന്നതാണ് അർത്ഥം. അതിനുള്ള ഏക മാർഗം ദൈവത്തിന്റെ വചനം നിരന്തരം കേൾക്കുക എന്നതാണ്. നമ്മൾ ഒരു പാട്ട് പലതവണ കേൾക്കുമ്പോൾ അത് നമ്മൾ അറിയാതെ തന്നെ പാടിപ്പോകാറില്ലേ? അതുപോലെ ദൈവവചനങ്ങൾ നമ്മുടെ കാതുകളിൽ നിരന്തരം മുഴങ്ങുമ്പോൾ, ജീവിതത്തിൽ ഒരു കഷ്ടതയോ രോഗമോ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് ഭയത്തിന്റെ വാക്കുകളായിരിക്കില്ല, മറിച്ച് നമ്മൾ കേട്ടുപഠിച്ച ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളായിരിക്കും. വചനം കേൾക്കുന്നത് വഴി നമ്മുടെ ചിന്തകൾ ദൈവത്തിന്റെ ചിന്തകളോട് ഐക്യപ്പെടുകയാണ്.
ഇനി ഇതെങ്ങനെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. പലരും പറയും, എനിക്ക് ദിവസവും ബൈബിൾ വായിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന്. എന്നാൽ ഇന്ന് സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു കഴിഞ്ഞു. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഓഡിയോ ബൈബിളുകൾ കേൾക്കാവുന്നതാണ്. വചനാധിഷ്ഠിതമായ പ്രസംഗങ്ങൾ, ദൈവത്തെ സ്തുതിക്കുന്ന ഗീതങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ഫോണിൽ പ്ലേ ചെയ്യാം. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 5-10 മിനിറ്റ് ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു വാഗ്ദത്തം ഉറക്കെ വായിച്ചു കേൾക്കുക. നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ ആ വചനം നിങ്ങളുടെ കാതുകളിലേക്ക് വീഴണം. ദിവസേനയുള്ള ഈ ചെറിയ ശീലം നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റുകയും നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു വിശ്വാസത്തിന്റെ മതിൽ കെട്ടിപ്പടുക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, വിശ്വാസം എന്നത് ആകാശത്തുനിന്ന് പെട്ടെന്ന് പൊട്ടി വീഴുന്ന ഒന്നല്ല. അത് ദൈവവചനമാകുന്ന വിത്തിൽ നിന്ന് മുളച്ചുണ്ടാകുന്നതാണ്. സാഹചര്യങ്ങൾ നിങ്ങളോട് പറയും, ഇനി ഒന്നും നടക്കില്ല, എല്ലാം അവസാനിച്ചു എന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ രണ്ട് ശബ്ദങ്ങളിൽ നിങ്ങൾ ഏത് ശബ്ദമാണ് കൂടുതൽ കേൾക്കാൻ തിരഞ്ഞെടുക്കുന്നത്? അതിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ വിശ്വാസത്തിന്റെ വളർച്ച. ലോകത്തിന്റെ ശബ്ദങ്ങൾക്ക് നിങ്ങളുടെ കാതുകളെ അടയ്ക്കുകയും ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിനായി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുകയും ചെയ്യും. വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. ആ കേൾവി ക്രിസ്തുവിന്റെ വചനത്താലാണ്. വിശ്വാസം വളർത്താനുള്ള രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി പ്രാർത്ഥനയും ഉപവാസവുമാണ്. പല ക്രിസ്ത്യാനികളും ചിന്തിക്കുന്നത് തങ്ങൾക്ക് വിശ്വാസം കുറവാണ് എന്ന് ദൈവത്തോട് പറയുന്നത് ഒരു തെറ്റാണ്, അല്ലെങ്കിൽ പാപമാണ് എന്നൊക്കെയാണ്. എന്നാൽ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. യേശുക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷത്തോളം നടന്ന, അവിടുത്തെ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ട അപ്പോസ്തലന്മാര് പോലും ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശുവിനോട് വന്ന് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. അവർക്ക് തങ്ങളുടെ ബലഹീനത അറിയാമായിരുന്നു. അതുപോലെ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിശാച് ബാധിച്ച മകനുമായി വരുന്ന ഒരു പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. യേശു അവനോട് ചോദിക്കുന്നു, നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന്. ആ പിതാവ് കണ്ണുനീരോടെ നിലവിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് എന്നോട് ക്ഷമിക്കണം. നമ്മുടെ ഉള്ളിലെ സംശയങ്ങളെയും അവിശ്വാസത്തെയും ദൈവത്തോട് തുറന്ന് സമ്മതിക്കുക എന്നതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പടി. പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും ഒരു മതപരമായ ചടങ്ങോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ദൈവത്തിന് കൊടുക്കലോ അല്ല. പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള വ്യക്തിപരമായ ഒരു ആശയവിനിമയമാണ്. അതൊരു ആത്മീക സൗഹൃദമാണ്. നമ്മൾ ഈ ലോകത്തിൽ ഒരു വ്യക്തിയെ എപ്പോഴാണ് പൂർണ്ണമായി വിശ്വസിക്കുന്നത്? ആ വ്യക്തിയെക്കുറിച്ച് നന്നായി അറിയുമ്പോഴാണ്. ആ വ്യക്തിയോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അവരുടെ മേൽ വിശ്വാസമുണ്ടാകും. ദൈവവുമായുള്ള കാര്യവും ഇത് തന്നെയാണ്. നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിക്കുകയും അവിടുത്തെ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കി തുടങ്ങും. അവിടുന്ന് എത്രമാത്രം കരുണയുള്ളവനാണ്, എത്രമാത്രം വിശ്വസ്തനാണ് എന്ന് പ്രാർത്ഥനയിലൂടെ അനുഭവിച്ചറിയുന്ന ഒരാൾക്ക് പിന്നീട് ദൈവത്തെ അവിശ്വസിക്കാൻ കഴിയും. പ്രാർത്ഥന നമ്മുടെ വിശ്വാസത്തെ വെറും ഒരു അറിവിൽ നിന്ന് വ്യക്തിപരമായ അനുഭവമാക്കി മാറ്റും. പ്രാർത്ഥനയോടൊപ്പം ബൈബിൾ പ്രാധാന്യത്തോടെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഉപവാസം. മുകളിൽ പറഞ്ഞ പിശാച് ബാധിച്ച കുട്ടിയുടെ സംഭവം ഓർക്കുക. ശിഷ്യന്മാർക്ക് ആ കുട്ടിയിൽ നിന്ന് പിശാചിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അവർ പരാജയപ്പെട്ടു പോയി. പിന്നീട് അവർ യേശുവിനോട് രഹസ്യമായി ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിന് കഴിയാതെ പോയത്? യേശു നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. മർക്കോസ് 9:29 യേശു പറയുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. എന്താണ് ഉപവാസം കൊണ്ട് സംഭവിക്കുന്നത്? ഉപവാസം എന്നത് ദൈവത്തെ നിർബന്ധിച്ച് കാര്യം സാധിക്കാനുള്ള ഒരു വഴിയല്ല. ഉപവാസം നമ്മുടെ ജഡത്തെ, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളെ കീഴ്പ്പെടുത്തുന്ന ഒന്നാണ്. നമ്മൾ ഭക്ഷണം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ജഡീകമായ ചിന്തകളും യുക്തികളും ബലഹീനമാവുകയും നമ്മുടെ ആത്മാവ് കൂടുതൽ ശക്തമാകുകയും ചെയ്യും. ജഡത്തിന്റെ യുക്തികൾ മാറുമ്പോഴാണ് ദൈവികമായ വലിയ വിശ്വാസം
നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കും. നമ്മുടെ ജീവിതത്തിൽ ചില വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ കേവലം ലളിതമായ ചിന്തകൾ കൊണ്ട് അതിനെ നേരിടാൻ നമുക്ക് കഴിയില്ല. അവിടെ ഒരു ആത്മീക പോരാട്ടം ആവശ്യമാണ്. ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന നമ്മുടെ ആത്മീക കണ്ണുകളെ തുറക്കും. ദാനിയേൽ പ്രവാചകൻ 21 ദിവസം ഉപവസിച്ചപ്പോൾ സ്വർഗത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടായതായി ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഉപവാസം നമ്മുടെ ശ്രദ്ധയെ ലോകത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മാറ്റി പൂർണ്ണമായും ദൈവത്തിലേക്ക് കേന്ദ്രീകരിക്കും. നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കാൻ നമുക്ക് കഴിയും. ആ ശബ്ദം കേൾക്കുന്ന നിമിഷം നമ്മുടെ ഉള്ളിലെ സകല സംശയങ്ങളും ഭയങ്ങളും പൂക്ക പോലെ മാറിപ്പോവുകയും അവിടെ മലകളെ പോലും മാറ്റാൻ പോകുന്ന വലിയൊരു വിശ്വാസം ജനിക്കുകയും ചെയ്യും. നിങ്ങളുടെ വിശ്വാസം വളരണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കൃത്യമായൊരു സമയം മാറ്റിവെക്കണം. സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ശീലം മാറ്റിക്കളയാം. ദിവസവും രാവിലെയും വൈകുന്നേരവും ദൈവത്തോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ 3-7 ദിവസമോ ഉപവാസത്തിനായി മാറ്റിവെക്കാം. ആ സമയങ്ങളിൽ സോഷ്യൽ മീഡിയയും ഫോണും പൂർണ്ണമായി ഒഴിവാക്കാം. ബൈബിൾ വായനയിലും പ്രാർത്ഥനയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുമല്ലെങ്കിൽ ക്രിസ്തീയ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ജഡത്തെ നിങ്ങൾ എത്രത്തോളം ദൈവസന്നിധിയിൽ താഴ്ത്തുന്നുവോ അത്രത്തോളം ആത്മീക ശക്തിയും വിശ്വാസവും നിങ്ങളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രാർത്ഥനയും ഉപവാസവും വിശ്വാസത്തിന്റെ 2 ചിറകുകളാണ്. ഈ 2 ചിറകുകളുള്ള ഒരു വിശ്വാസിക്ക് ഏത് വലിയ പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റിലും ഉയരങ്ങളിൽ പറന്നുയരാൻ സാധിക്കും. ശിഷ്യന്മാരെ പോലെ നമുക്കും ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ വിശ്വാസക്കുറവിനെ പരിഹരിക്കണം, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണം. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ആത്മാർത്ഥമായ ഉപവാസത്തിലൂടെയും നിങ്ങളുടെ വിശ്വാസത്തെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്താൻ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. വിശ്വാസം വളരാനുള്ള 3ാമത്തെ വഴി പ്രതിസന്ധികളിലൂടെയും കഷ്ടതകളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം കൈവിടാതിരിക്കുക എന്നതാണ്. ജീവിതത്തിലെല്ലാം നല്ല രീതിയിൽ നടക്കുമ്പോൾ, രോഗമില്ലാത്തപ്പോൾ, കയ്യിൽ ആവശ്യത്തിന് പണമുള്ളപ്പോൾ, കുടുംബത്തിൽ സമാധാനമുള്ളപ്പോൾ എനിക്ക് ദൈവത്തിൽ വലിയ വിശ്വാസമുണ്ട് എന്ന് പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ എന്ന് തെളിയുന്നത് എപ്പോഴാണ്? ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരു തകർച്ചയുണ്ടാകുമ്പോൾ, ഡോക്ടർ ഒരു മോശം റിപ്പോർട്ട് തരുമ്പോൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം അളക്കപ്പെടുന്നത്. യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുക. പത്രോസ്ലീഹ തന്റെ 1-ാം ലേഖനത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് തീയിലിട്ട് ശുദ്ധീകരിക്കുന്ന സ്വർണത്തോടാണ് ഉപമിക്കുന്നത്. സ്വർണം അതിനെ മാറ്ററിയണമെങ്കിൽ അത് തീയിലൂടെ കടന്നു പോകണം. അതുപോലെ നമ്മുടെ വിശ്വാസം ദൃഢമാകണമെങ്കിൽ നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയേ മതിയാവും. ബൈബിളിലെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാമിന്റെ ജീവിതം നമുക്കൊന്ന് നോക്കാം. ദൈവം അബ്രഹാമിന് ഒരു വാഗ്ദാനം നൽകി, വലിയൊരു ജനതയുടെ പിതാവാകുമെന്ന്. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും അവന് തലമുറയുണ്ടായില്ല. മാനുഷികമായി നോക്കുമ്പോൾ അബ്രഹാമും സാറയ്ക്കും പ്രായം കടന്നുപോയി. ഇനി ഒരു കുഞ്ഞ് ജനിക്കാൻ യാതൊരു സാധ്യതയുമില്ല. റോമർ 4:18 അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അബ്രഹാം തന്റെ ശരീരത്തിന്റെ അവസ്ഥയോ സാഹചര്യങ്ങളുടെ അസാധ്യതയോ നോക്കി. അവൻ നോക്കിയത് വാഗ്ദത്തം നൽകിയ ദൈവത്തിന്റെ വിശ്വസ്തതയിലേക്കാണ്. പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ടാണ് 100-ാം വയസ്സിൽ അബ്രഹാമിന് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ ലഭിച്ചത്. കഠിനമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കാനല്ല, മറിച്ച് അതിനെ കൂടുതൽ ശക്തമാക്കാനാണ് ദൈവം അനുവദിക്കുന്നത്. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ മറ്റൊരു വലിയ ഉദാഹരണമാണ് ഇയ്യോബ്. ഒരൊറ്റ ദിവസം കൊണ്ട് തന്റെ സകല സമ്പത്തും 10 മക്കളും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. ചിന്തിച്ചു നോക്കൂ. ഒടുവിൽ സ്വന്തം ശരീരത്തിൽ കഠിനമായി രോഗം ബാധിച്ചു. ആ അവസ്ഥയിലും അവന്റെ ഭാര്യ വന്ന് അവനോട് പറയുന്നുണ്ട്, നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവൻ വെടിഞ്ഞു കളയുക എന്ന്. എന്നാൽ ഇയ്യോബ് പറഞ്ഞ മറുപടി ബൈബിളിൽ ഏറ്റവും ശക്തമായ
വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. ഇയ്യോബ് 13:15 അവൻ പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുൻപാകെ തെളിയിക്കും. ഇതാണ് മാറ്റുകുറയാത്ത യഥാർത്ഥ വിശ്വാസം. നന്മ കിട്ടുമ്പോൾ മാത്രമല്ല, തിന്മയോ കഷ്ടതയോ വരുമ്പോഴും ദൈവം നന്മയായവൻ മാത്രമാണ് എന്ന ബോധ്യം ഇയ്യോബിനുണ്ടായി. കഷ്ടതകളുടെ മധ്യത്തിലും ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് ഇയ്യോബിന്റെ ഒടുവിലത്തെ കാലത്തെ ദൈവം ആദ്യത്തേതിനേക്കാൾ ഇരട്ടിയായി അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. അതിനപ്പുറം വലിയൊരു ദൈവിക പദ്ധതിയുണ്ട്. പുതിയ നിയമത്തിൽ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം പടകിൽ യാത്ര ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. യേശു പടകിൽ കിടന്ന് ഉറങ്ങുകയായി. പെട്ടെന്ന് കടലിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ട്. തിരമാലകൾ പടകിലേക്ക് അടിച്ചു കയറി. പടക് മുങ്ങാൻ ആരംഭിച്ചപ്പോൾ ശിഷ്യന്മാർ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിനെ ഉണർത്തി പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതിനു ശേഷം ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങൾ ഇപ്പോഴും ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? യേശു ആ പടകിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയായിരുന്നു അവർ മുങ്ങിപ്പോകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉറപ്പ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കൊടുങ്കാറ്റുകൾ ഉണ്ടാകാറുണ്ട്. സാമ്പത്തിക തകർച്ചയുടെയോ രോഗത്തിന്റെയോ കൊടുങ്കാറ്റുകൾ. ആ സമയത്ത് നമ്മൾ വിചാരിക്കും ദൈവം നമ്മെ മറന്നുപോയി എന്ന്. എന്നാൽ ഓർക്കുക, യേശു നിങ്ങളുടെ ജീവിതമാകുന്ന വഞ്ചിയിലുണ്ടെങ്കിൽ, ആ പടകിലുണ്ടെങ്കിൽ, ആ പടക് ഒരിക്കലും മുങ്ങിപ്പോകില്ല. പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പ്രശ്നങ്ങളെ ശാന്തമാക്കാൻ കഴിയുന്ന യേശുവിലേക്ക് നോക്കാൻ പഠിക്കുക. ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സംഭവിച്ചു എന്ന് ചോദിച്ച് പിറുപിറുക്കാതിരിക്കുക. പകരം, കർത്താവേ, ഈ സാഹചര്യത്തിലും അങ്ങിൽ വിശ്വസിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ആത്മിക പേശികൾ ശക്തമാകുന്നത്. നിങ്ങളെ തളർത്താൻ വരുന്ന പ്രശ്നങ്ങളെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളായി കാണുക. ദൈവം നിങ്ങളെ ഒരു വലിയ ദൈവിക യോദ്ധാവാക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പ്രതിസന്ധികൾ ഇല്ലാത്ത ഒരു ജീവിതമല്ല ബൈബിൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. മറിച്ച് പ്രതിസന്ധികളുടെ നടുവിലും നമ്മെ നടത്തുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന പോലെ, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കഷ്ടതകളുടെ തീച്ചൂളയിൽ നിങ്ങളുടെ വിശ്വാസം കൂടുതൽ തിളക്കമുള്ളതായി മാറട്ടെ. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കപ്പുറമായ പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. സഹിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു വേദന ദൈവം നൽകില്ല. വിശ്വാസം വളർത്താനുള്ള 4ാമത്തെയും അവസാനത്തെയും വഴി കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുക എന്നതാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയാമോ? അത് മറവിയാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ദൈവം മുൻപ് ചെയ്ത അത്ഭുതങ്ങളൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് മറന്നുപോകും. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രായേൽ ജനം. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് 10 വലിയ ബാധകൾ അവർ കാണുകയും ദൈവിക അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് അവരവിടുന്ന് വിടുവിക്കപ്പെടുകയും ചെയ്യുകയാണ്. അവരുടെ കൺമുൻപിൽ വെച്ചാണ് ചെങ്കടൽ 2ആയി വിഭജിക്കപ്പെട്ടത്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം അവരെ വഴി നടത്തി. എന്നാൽ ഇത്രയൊക്കെ വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടും മരുഭൂമിയിൽ കുടിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം കുറഞ്ഞു പോയപ്പോൾ, അവർ ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങളെ കൊല്ലാനാണോ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന്. കഴിഞ്ഞകാല ജീവിതത്തിൽ അവർ അനുഭവിച്ച അത്ഭുതങ്ങൾ മറന്നുപോയത് കൊണ്ടാണ് അവർക്ക് പുതിയതായൊരു പ്രതിസന്ധി വന്നപ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ പോയത്. നന്ദികേടിൽ നിന്നാണ് എപ്പോഴും അവിശ്വാസം ജനിക്കുന്നത്. എന്നാൽ ഇതിന് നേരെ വിപരീതമായൊരു മാതൃകയാണ് നമ്മൾ ദാവീദിന്റെ ജീവിതത്തിൽ കാണുന്നത്. ഇസ്രായേൽ സൈന്യത്തെ മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ട് ഗോലിയാത്ത് എന്ന ഫിലിസ്ത്യ ഭീമൻ മുൻപിൽ നിൽക്കുകയാണ്. ശൗൽ രാജാവും സൈനികരും ഭയന്ന് വിറച്ചു നിൽക്കുമ്പോൾ
ചെറിയൊരാട്ടിടയനായ ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ മുൻപോട്ട് വരുന്നു. ശൗൽ രാജാവ് ദാവീദിനോട് പറഞ്ഞു, അവൻ ചെറുപ്പം മുതൽ യുദ്ധവീരനാണ്, നിനക്ക് അവനോട് ജയിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ ദാവീദ് ശൗൽ രാജാവിനോട് നൽകുന്ന മറുപടി ഇതാണ്. 1 ശമൂവേൽ 17:37 നാം അത് കാണും. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ദാവീദിന്റെ വിശ്വാസത്തിന്റെ രഹസ്യം എന്തായിരുന്നു? അവൻ ഗോലിയാത്തിന്റെ വലിപ്പത്തിലേക്കല്ല നോക്കിയത്, മറിച്ച് മുൻപ് താൻ ആടുകളെ മേയ്ക്കുമ്പോൾ സിംഹവും കരടിയും വന്നപ്പോൾ ദൈവം തനിക്ക് നൽകിയ വിടുതലുകളെ അവൻ ഓർത്തെടുത്തു. ആ ഓർമ്മയാണ് ഗോലിയാത്തിനെ വീഴ്ത്താനുള്ള വലിയ വിശ്വാസമായി ദാവീദിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചത്. 1 ശമൂവേൽ 7-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിന് ഫെലിസ്ത്യരുടെ മേൽ വലിയൊരു വിജയം ദൈവം നൽകുന്നുണ്ട്. ആ വിജയത്തിന് ശേഷം ശമൂവേൽ പ്രവാചകൻ ഒരു വലിയ കല്ലെടുത്ത് വഴിയിൽ സ്ഥാപിച്ചു. അതിനവൻ എബനേസർ എന്ന് പേരിട്ടു. അതിന്റെ അർത്ഥം ഇതുവരെയും യഹോവ നമ്മെ സഹായിച്ചു എന്നാണ്. എന്തിനാണ് ശമൂവേൽ അങ്ങനെ ഒരു കല്ല് സ്ഥാപിച്ചത്? ഇസ്രായേൽ ജനം ആ വഴിയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ആ കല്ലിലേക്ക് നോക്കണം, എന്നിട്ട് ഓർക്കണം, അന്ന് ഫെലിസ്ത്യർ നമ്മെ ആക്രമിക്കാൻ വന്നപ്പോൾ ദൈവം നമ്മെ അത്ഭുതകരമായി രക്ഷിച്ചു. ആ ഓർമ്മ അവരുടെ ഉള്ളിൽ എപ്പോഴും ദൈവത്തോടുള്ള നന്ദിയും വിശ്വാസവും നിലനിർത്താൻ സഹായിക്കുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത്തരം ചില എബനേസർ ഓർമ്മകൾ ആവശ്യമാണ്. സങ്കീർത്തനം 103:2 ദാവീദ് പാടുന്നുണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മുടെ ആത്മീയ അന്തരീക്ഷം തന്നെ മാറും. കൃതജ്ഞത നിറഞ്ഞ ഒരു ഹൃദയത്തിൽ ഒരിക്കലും ഭയത്തിനോ നിരാശയ്ക്കോ അവിശ്വാസത്തിനോ വസിക്കാൻ കഴിയില്ല. ഫിലിപ്പിയ ലേഖനം 4:6 പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ ചോദിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, പകരം നന്ദിയോടെ ചോദിക്കണം. കർത്താവേ, നീ എനിക്ക് തന്ന ജീവന് നന്ദി, ഇന്നലകളിൽ എന്നെ നടത്തിയതിന് നന്ദി, എനിക്ക് തന്ന കുടുംബത്തിന് നന്ദി. ഇങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ പോസിറ്റീവ് എനർജി നിറയും. ദൈവം വിശ്വസ്തനാണ് എന്ന ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കും. മുൻപ് ഇത്രയും വലിയ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം ഇന്ന് എന്റെ മുൻപിലുള്ള ഈ ചെറിയ പ്രശ്നത്തിൽ നിന്ന് എന്നെ വിടുവിക്കുമെന്ന ഉറപ്പാണ് യഥാർത്ഥ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ചെയ്യാവുന്ന വളരെ പ്രായോഗികമായ ഒരു കാര്യമുണ്ട്. ഒരു വിശ്വാസ ഡയറി നിങ്ങൾ എഴുതാൻ ആരംഭിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന വലിയ വിടുതലുകൾ, പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടികൾ, അപ്രതീക്ഷിതമായി ലഭിച്ച നന്മകൾ, ഇവയൊക്കെ തീയതി സഹിതം ഈ ഡയറിയിൽ എഴുതി വെക്കണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയൊരു പ്രതിസന്ധി വരികയോ ദൈവത്തിൽ നിന്നുള്ള വിശ്വാസം കുറഞ്ഞു പോവുകയോ ചെയ്യുമ്പോൾ മറ്റൊന്നും ചെയ്യാതെ ഈ ഡയറി എടുത്ത് പഴയ താളുകൾ വായിച്ചു നോക്കണം. അന്ന് ആ വലിയ കടബാധ്യത വന്നപ്പോൾ ദൈവം വഴി തുറന്നത്, അന്ന് ആ മാരക രോഗം വന്നപ്പോൾ ദൈവം എനിക്ക് സൗഖ്യം തന്നത്, ഇതൊക്കെ വീണ്ടും നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തളർന്നു കിടക്കുന്ന വിശ്വാസം ഇരട്ടിയായി ഉയർത്തെഴുന്നേൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ചുരുക്കത്തിൽ, നന്ദിയുള്ള ഒരു ഹൃദയമാണ് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ വളക്കൂറുള്ള മണ്ണ്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത മാത്രമാണ്. ഇതുവരെയും നമ്മെ നടത്തിയ ദൈവം ഇനി അങ്ങോട്ടും നമ്മെ വഴി നടത്തും. അതുകൊണ്ട് ആകുലതകൾക്ക് വിട നൽകുക, ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർക്കുക, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ വിശ്വാസം മലകളെ പോലും മാറ്റാൻ തക്കവണ്ണം ശക്തമായി വളരും. യേശുക്രിസ്തു പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോകാൻ പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ദൈവവചനം കേട്ടും പ്രാർത്ഥനയിലും ഉപവാസത്തിലും നിലനിന്നും പ്രതിസന്ധികളിൽ ഉറച്ചു നിന്നും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിച്ചും നമുക്ക് നമ്മുടെ വിശ്വാസത്തെ വളർത്തിയെടുക്കാം. ഈ സന്ദേശം കേട്ട
നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേക നന്ദി പറയുന്നു. എല്ലാ ദിവസവും ഇതുപോലെയുള്ള അനുഗ്രഹീതമായ ദൈവവചന സന്ദേശങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആത്മീയ അനുഭവങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.